ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൂടിയാട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിലെത്തി അല്ലേ? ഞങ്ങൾ നാട്ടിലെത്തി ഗൈസ്. ഞങ്ങൾ സലാലേലാന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പറ്റിക്കായിരുന്നു അല്ലേ? നമ്മളെ നാട്ടിലെത്തിയില്ലേ? അത് പറയാൻ കാരണം എന്താണെന്നറിയോ? ഞങ്ങൾ ഫുൾ വാഴത്തോട്ടത്തിൽ കൂടെയും അതേപോലെ തെങ്ങും കർമൂസൊക്കെ ഉള്ള ഏരിയ കൂടെയാണ് ഞങ്ങൾ ഫുൾ. അവിടുന്ന് ഒരു റോഡിൽ നിന്ന് വേറൊരു ഷോർട്ട് കട്ട് റോഡിലോട്ട് ഇപ്പോൾ കയറിയിട്ടോ. ഫുൾ ആ ഒരു വഴി റൂട്ടിൽ കൂടെയായിരുന്നു വന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി റൂട്ടാണ് ഗൈസ്. നമ്മൾ ശരിക്കും എന്താ പറയുക അല്ലേ, നാടിനൊക്കെ മിസ് ചെയ്യുന്ന അല്ലേ? അടിപൊളി. നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ ഇത് വേറെ റൂട്ട് കൂടിയാ ചില ഇതെല്ലാം ഒരൊറ്റ ഏരിയ ആണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ് അല്ലേ ബേബി? നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ? വീടുകളും ഉണ്ട്, വീടുകളില്ല എന്നല്ല, വീടും ഉണ്ട് കേട്ടോ ഗൈസ്. പക്ഷെ കാണിച്ചു തരാം. കണ്ടോ, ഫുൾ തെങ്ങും കാര്യമൊക്കെ ആയിട്ട് ഞാൻ സൈഡിൽ കൂടെ കാണിച്ചു തരാം. മുഴുവൻ നല്ല അടിപൊളി നാട്ടിൽ തന്നെയാന്നുള്ള നല്ലൊരു അടിപൊളി ഫീൽ നമുക്ക് കിട്ടും. അതല്ല കുഞ്ഞനെ? കുഞ്ഞിന് ഇഷ്ടായ കണ്ടിട്ട്? വീടുകളും ഉണ്ട്. പക്ഷെ നമ്മൾ വന്ന മറ്റേ റൂട്ടില്ലേ, അതിലെനിക്ക് തോന്നുന്നു വീട് അങ്ങനെ കുറവാണ്. പക്ഷെ ഇവിടെയൊക്കെ ഉണ്ട് ചെറിയൊരു ഏരിയ ഒക്കെ ആയിട്ട്. പിന്നെ അതേപോലെ ഈ ഞാൻ കാണിച്ചത് ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ഹഫ ബീച്ച് വരുന്നത് കേട്ടോ. അൽ ഹഫ ബീച്ച്. അവിടെയും ഞങ്ങൾ പോയി കേട്ടോ. അവിടെ പക്ഷേ ഞങ്ങൾ ഇറങ്ങിയിട്ടൊന്നുമില്ല, നല്ല വെയിലാണ്. സെയിം ലൈക്ക് ബീച്ച് എല്ലാം ഒരേപോലെ തന്നെ. അപ്പോൾ അതിന് ചെറിയൊരു ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ആഡ് ഓൺ ചെയ്തോളാം കേട്ടോ. അങ്ങനെ ബീച്ച് കണ്ടു. അതിന് നേരെ ഓപ്പോസിറ്റാണ് മാർക്കറ്റ് വരുന്നത്, ചെറിയ അൽ ഹഫ മാർക്കറ്റ്. നമ്മൾ എന്താണോ വേറെ ചില നമ്മളിപ്പോൾ ദുബായിൽ നിന്ന് വരുന്ന ആളാണ്, അപ്പോൾ അതേപോലെ വേറെ വേറെ സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാർ എന്താണോ മനസ്സിൽ കണ്ടുവരുന്നത് വെച്ചാൽ ഇതേപോലെ മാർക്കറ്റ്, ഇളന്നി, ചില വാഴക്കൊല അതൊക്കെ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ സെയിം ആ സംഭവം ഹഫ ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് മാർക്കറ്റും അതേപോലെ ഈ കൃഷിസ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിലെങ്ങനെ കണ്ടോ ഗൈസ്? ഇതാ ഞാൻ പറഞ്ഞ ഫുൾ ഇതേപോലെ വാഴത്തോട്ടങ്ങളും കർമൂസ ഭാഗത്തിലൊക്കെ കർമൂസ ഉണ്ട് ഗൈസ്. അതേപോലെ എന്താ പറയുക, വാഴക്കൊലയിൽ അല്ലേ, വാഴയിൽ അതിൽ കുലയുണ്ട്, വാഴക്കൊല പഴുത്തിട്ടില്ല, പച്ച. അപ്പുറം ഇപ്പുറം രണ്ട് സൈഡും ഉണ്ട് അതേപോലെ. പക്ഷെ ഇവിടെ കുറച്ച് എന്താ പറയുക, ഇവിടെ എനിക്ക് തോന്നുന്നു ഓരോന്നിങ്ങനെ റെഡിയാക്കി കൊണ്ടുവരുന്നതായിരിക്കും. നേരെ കണ്ടോ, ഈ ഒരു സൈഡാണ് അങ്ങനെ വരുന്നത്. അടിപൊളി ഗൈസ്. നല്ല ഇതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു പോക്കറ്റ് റോഡ് പോലെ വരുന്നുണ്ട് കേട്ടോ. അതാണ് മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത്. ഫുൾ കണ്ടോ, വാഴത്തോട്ടം ഡേ. അബേബിക്ക് ഇഷ്ടായ? മുടി കെട്ടിയിട്ടുണ്ട് ഗൈസ്. ബേബി മുടി കെട്ടിയിട്ടുണ്ട്, സുന്ദരി ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ആ ഏരിയയിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. അവിടെ സ്വഹാബി എന്ന് പറയപ്പെടുന്ന ചേരമാൻ പെരുമാൾ മുപ്പരെ ഖബർസ്ഥാൻ ഉണ്ട് അവിടെ. അപ്പോൾ അത് കണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നേരെ ഇറങ്ങുന്നത് മെയിൻ റോഡിലേക്കാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് ഇങ്ങനെ ഷോപ്പുകൾ, ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ. കുട നല്ല രസമുണ്ടോ ഗൈസ്? നമ്മൾ കുട വാങ്ങിയതായിരുന്നു അല്ലേ? ഞങ്ങള് റെയിൻ ഉണ്ടാവുമ്പോ അതല്ലേ. അപ്പൊ ഏതായാലും ഗൈസ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. അവിടെ പാർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിർത്തല്ലേ? അപ്പോൾ ഇറങ്ങി പോയി നോക്കാം നമ്മൾക്ക്.
പപ്പന്റെ കൂടെ ഇറങ്ങല്ലേ? അല്ല സൈഡിലോട്ട് നിൽക്കണ. ഇതാണ് ഗൈസ് ഷോപ്പ്. ഇതേപോലത്തെ ഷോപ്പുകളല്ലേ ഗൈസ് നമ്മൾ സ്വപ്നം കണ്ടത്. എന്താണ് ഇതൊക്കെ? എന്താണ്? പപ്പായ ഉണ്ട്, കരിമ്പുണ്ട്, കുറേ സാധനങ്ങൾ കേട്ടോ ഗൈസ്. ഓയില് അവിടെ വെക്ക്. പുളിയൊക്കെ ഉണ്ട് ഗൈസ് പാക്കറ്റിൽ. പുളിയൊക്കെ വെച്ചിക്ക്. ഡ്രാഗൺ ഫ്രൂട്ട്, സപ്പോട്ട, കോണ്, തേങ്ങ ഉണ്ട്. തേങ്ങ ഇവിടേക്കൊക്കെ ഓരോ സ്റ്റോറുകളാട്ടോ. പേരക്ക, മഞ്ഞള്, ഇവിടേക്കൊക്കെ സ്റ്റോറുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടേക്കൊക്കെ ഷോപ്പുകളാണ്, ഓരോ ചെറിയ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ. പപ്പായ, ഇക്ക അവിടെ കാറ് പാർക്ക് ചെയ്തിട്ടോ. ഓരോ ഷോപ്പാണ്. ചക്ക 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 അവിടെയുണ്ട് സ്റ്റോറ്. പക്ഷെ അവർ തുറന്നില്ല. അവർ ഇപ്പോൾ കുറച്ച് കഴിയാൻ മതി. രാത്രി ആയിരിക്കും കുറച്ചുകൂടി അതിൻ്റെ കുറച്ചുകൂടി ഒരു ഭംഗി. ലൈറ്റൊക്കെ വരുമ്പോൾ ഒരു ഇതായിരിക്കുമല്ലോ. അപ്പോഴാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. അവിടെയാണ് ബീച്ച് പറഞ്ഞ കേട്ടോ. അവിടെയാണ് ബീച്ച്, ഹഫ ബീച്ച് വരുന്നത്. അവിടെ 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 ഹഫ ബീച്ച്. വാട്ടർമെലൺ ഉണ്ട്. ഇവിടൊക്കെ എത്ര ഇനിയിപ്പോ റേറ്റ് അറിയില്ല. എത്ര റേറ്റ്? 500 പൈസ. 1 കിലോ 500 പൈസ. നല്ലോണം പഴുത്ത വേണ്ട, പച്ച മതി. ചൂടെ കൂടുതലായിരിക്കും. ഇംലിയേ? ഓക്കെ. ഇത് പുളിയുള്ളതാണ്. സ്വീറ്റ്? How much? 200 paisa है. ये 500 paisa. One piece 200 paisa है. ഇങ്ങനത്തെയോ? ഫ്രഷ്? വാങ്ങണേ വാങ്ങാം. എന്ത്? വണ്ടിക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. കോക്കനട്ട് ചിപ്സ്, കോക്കനട്ട് ചിപ്സ് ഗൈസ്. പപ്പനടുത്ത് അങ്ങോട്ട് ചെല്ല്, വെയിലുള്ളല്ലോ കേട്ടാ. അത് കുഞ്ഞ് കഴിക്കൂലല്ലോ ഗൈസ്. ഞാൻ നോക്കട്ടെ. ഇവിടെ ഞങ്ങൾ 1-2 സാധനം വാങ്ങണ്ട കേട്ടോ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഞങ്ങളങ്ങനെ ഗൈസ് അവിടുന്ന് ഒരു പാക്കറ്റ് പുളി വാങ്ങി. ഇംലി പോലത്തെ അല്ല, പുളി ഒരു പാക്കറ്റ്. പിന്നെ ഇതും വാങ്ങി, പേരക്കയും വാങ്ങി കേട്ടോ. അങ്ങനെ ഇവിടെയൊക്കെ കുറേ സ്റ്റോറാണ് കണ്ടോ. ഞങ്ങൾ അവിടെ നിന്നാണ്, ലാസ്റ്റുള്ള ഷോപ്പിൽ നിന്നാണ് വാങ്ങി. അങ്ങനെ വന്ന് ഇപ്പോൾ ഇവരുടെ അടുത്ത് ഇവിടെ ഇളന്നിണ്ട് കേട്ടോ. ഇവിടെ ഇളന്നിക്ക് വരുന്നത് 500 പൈസയാണ് കേട്ടോ. 500 പൈസ വരുന്നത്. ബായി വെട്ടുണ്ട്.
അല്ലേ? മലയാളിയാണ് ഗൈസ്. ഒന്നുമില്ല, വ്ളോഗിൽ പറഞ്ഞതാ. എവിടേക്കൊക്കെ സ്റ്റോർ ഉണ്ട്. നിങ്ങൾ ഇവിടുത്തെ തന്നെ താമസിക്കുന്നേ? എൻ്റെ അടുത്താ? ദൂരെ. ആ, തേങ്ങ ഉണ്ട് ഗൈസ്, തേങ്ങ തേങ്ങ. തേങ്ങ ഉണ്ട് കേട്ടോ. ഓ ഏതാ പറഞ്ഞു കേട്ടോ. കകപ്പ് തരൂ. അപ്പോൾ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ട് അവിടെ. ബീച്ച്, ഹഫ ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് കേട്ടോ മാർക്കറ്റ് വരുന്നത്. ചെറുങ്ങനെ ചൂടുണ്ട് അല്ലേ? ചൂടെടുക്കട്ടെ. നമുക്ക് ഇപ്പൊ കഴിക്കാനാ. ഇളനീ വാങ്ങട്ടെ ഗൈസ്. അങ്ങനെ ഏതായാലും ഗൈസ് ഞങ്ങൾ അവിടുന്ന് ഇളനീക്കെ കുടിച്ച് പിന്നെ കരിമ്പ് വാങ്ങി ഒരു ചെറിയൊരു കവറിൽ, പിന്നെ കർമൂസ അല്ലേ, അങ്ങനെ അതേപോലെ പോൻപഴം, ബേബിക്ക് ഇഷ്ടമായിട്ട് പോൻപഴം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് അതൊക്കെ വെയിറ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ കുറേ അതേപോലെ മാർക്കറ്റുകളുണ്ട് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. എന്നിട്ട് ഇനിയിപ്പം ഇവിടെ ചരിത്രപരമായിട്ട് കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ചരിത്രത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മിനിറ്റ് കുറേ ഇതൊക്കെ ഉണ്ട്. അപ്പം ഇനിയിപ്പം അവിടെയൊക്കെ കാണാൻ പോകുമ്പോൾ ഞാൻ നിങ്ങളെ വീഡിയോ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ കാണാം ഗൈസ്. നമ്മളിപ്പോൾ അവിടുന്ന് സ്ട്രെയിറ്റ് ഒരു റോഡ് ഇങ്ങോട്ട് വരുമ്പോൾ ആ ബീച്ച് സൈഡിൽ കൂടെ തന്നെ നമ്മൾ അങ്ങനെ വരണം കേട്ടോ. അതിൽ കുറേ വണ്ടികളൊക്കെ വരുന്നുണ്ട്. ഇവിടെ കാണുന്നൊക്കെ ഹോട്ടൽസാണ്, കഫേ, റെസ്റ്റോറൻ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ. അതിലെ ഈ നടന്ന് വരാം കേട്ടോ. ആ കാണുന്ന കഫേന്ന് അതിലൊരു വഴിയുണ്ട്. അതിലിങ്ങനെ നടന്ന് ഇങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഏരിയയിലേക്ക് എത്തുക. ഇവിടെ ഇങ്ങനെ അങ്ങനെ മനസ്സിലാവുന്നില്ല. ഇവിടെ ഇങ്ങനെ ബോർഡ് കാര്യം കൊടുത്തിട്ടുണ്ട്, അൽ ബലീദ് ആർക്കിയോളജിക്കൽ സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. കണ്ടോ ഗൈസ്, പണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ അതിനെ പറ്റിയിട്ടുള്ള ആണ് പണ്ടുണ്ടാക്കിയ സംഭവമാണ് പറയുന്നത്. പള്ളി, മോസ്ക് അറ്റാച്ച്ഡ് വിത്ത് എ സെമിത്തേരി, അങ്ങനെയൊക്കെയാണ് കാണുന്നത്. അവിടെ ശൂന്യമായി കിടക്കുന്നത് ഗൈസ്. അത് വർഷം നോക്കണം, 1100 1500 AD ആണ്. പണ്ട് നൂറ്റാണ്ടിൽ കുറേ മുമ്പ്. ഇതിലെനിക്ക് തോന്നുന്നു ഇവരിവിടെ ഫുള്ള് കാണിക്കും തോന്നുന്നു. വണ്ടി ഉണ്ടാവും. ഞങ്ങൾ വണ്ടിയൊന്നും കണ്ടില്ല. അപ്പോൾ അതിലിങ്ങനെ ഷോട്ടും കൂടി ചാടിയത്. ഇവിടെയൊക്കെ ഫുൾ പൊളിഞ്ഞിട്ടാണ് കിടക്കുന്നത്. കണ്ടോ, പൊളിഞ്ഞിട്ട്. ഇവിടെ ഇരിക്കാൻ ഷെഡൊക്കെ ഉണ്ട്. ഫുൾ പൊളിഞ്ഞൊരു ഏരിയ വരുന്നത്. ഓരോ സ്ഥലത്തിനും ഓരോ പഴയ സ്റ്റോറീസ് ഉണ്ട് അല്ലേ? ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല കാറ്റ്. അതേപോലെ ഗൈസ്, ഇത് ഈ കാണുന്നത് പള്ളിയാണ് കേട്ടോ. പിന്നെ കുറേ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടാക്കിയതാണ്. പള്ളിൻ്റെ ചുറ്റുള്ള ഭാഗങ്ങളിലൊക്കെ 300ഓളം ഖബറുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അതെല്ലാം ഇവിടെയുള്ള ആൾക്കാർ വെച്ചാൽ നമ്മൾ അറിയാൻ കഴിഞ്ഞത് അത് ഫുൾ മുകൾ ഭാഗം താഴേക്കായി, താഴെ ഭാഗം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ കുറേ മയത്തുള്ള കുറേ അവശിഷ്ടമൊക്കെ കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ആകെ മറിഞ്ഞ ടൈമിൽ, മേൽക്കീഴ മറിഞ്ഞ ടൈമിൽ ഒരുപാട് ആൾക്കാർ, അതങ്ങനെ ആർക്കിയോളജി അങ്ങനത്തെ സംഭവമൊക്കെ, അതാണ് ഇവിടെ ആകെ ഫുൾ തരിപ്പണായി കിടക്കുന്നത്. അത് പള്ളിയാണ്. ആ പള്ളിൻ്റെ തന്നെ നമുക്ക് ഇത് കിബില അതൊക്കെ കാണാൻ പറ്റും. എല്ലാ പള്ളിയിലും ഉണ്ടാവില്ലേ കിബില, ഏത് സൈഡാണോ അവിടെ ഒരു ഇതുപോലെ ഉണ്ടാക്കിയിട്ട്
അങ്ങനെയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ ഒരു ഫില്ലറിൻ്റെ പകുതി ഇതായി കിടക്കുക. എനിക്ക് തോന്നുന്നു മോൾ ഭാഗം ഫുള്ള് താഴേക്ക് പോയി. പണ്ടത്തെ ചരിത്രമാണല്ലോ അത്, അങ്ങനെയാണ് പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ അതിനെപ്പറ്റി അറിയില്ല, അങ്ങനെ പറയുന്നുണ്ട്. അതേപോലെ അവിടെയും കാണുന്നുണ്ട്. അവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയാൽ ഇതേപോലെ ബോർഡും കാര്യമൊക്കെ ഉണ്ടാവും, പോയി നോക്കിയാൽ അറിയാം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. ഇതിലിങ്ങനെ നടക്കുമ്പോൾ എന്തോ പേടിയാവും. ഇത് ഇതാ ഖബർസ്ഥാനം, ഇതാണ് ഖബർസ്ഥാനം പോലും ഗൈസ്. അങ്ങോട്ട് കയറണ്ട, ഇതാണ് ഖബർസ്ഥാനം പറയുന്നത്. നമുക്കിതെല്ലാം അങ്ങോട്ട് നടക്കാം. ഇവിടെ കണ്ട ഗൈസ് ആകെ പൊളിഞ്ഞ പോലെ ഇരിക്കുന്നത് അങ്ങനെയൊക്കെയാണ്. ഗൈസ് അതേ ആ പള്ളിയും ആ ഏരിയ അതേപോലെ തന്നെയാണ് ഇതും ഒക്കെ കേട്ടോ. സെയിം. എനിക്ക് തോന്നുന്നു ഈ മോൾ ഭാഗം, വീടിൻ്റെ മുകൾ ഭാഗമാണ് ഇങ്ങനെ തലകുത്തനെ നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഇതൊക്കെ മനസ്സിലാകുന്നില്ല. ഇതിപ്പോൾ ഇതിൻ്റെ പകുതിയോളം ഇല്ല. ഇത് തലകുത്തനെ മറച്ചതാണെന്നാണ് നമ്മളോട് കണ്ട ആൾക്കാർ പറഞ്ഞത്. എന്താണെന്ന് ഇതിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടണില്ല. ഇതൊക്കെ എന്തായാലും സലാല വരുന്ന ആൾക്കാർ ഇവിടെ ഒന്നും അധികം മിസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ അല്ലാത്ത സ്ഥലത്തൊക്കെ പോകുന്നില്ലാണ്ട് ഇതൊക്കെ കാണണം ഗൈസ്. ഇങ്ങനത്തതും ഒക്കെ വരുമ്പോൾ ഇവിടെ എല്ലാ സ്ഥലത്തും ബോർഡ്, ഇങ്ങനത്തെ ഇതിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് 850 AD അതാണ് വെച്ചാൽ നമ്മൾ പള്ളി ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നാണ് ഇവിടെ. വാ ചാടണ്ട, അതിൻ്റെ മുന്നേ ഉണ്ടാക്കിയതാണ്. ഞാൻ ആ ബോർഡ് ഇതിൽ കാണിക്കാം കേട്ടോ. ഒരുപാട് പണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഈ ഏരിയ മൊത്തത്തിൽ തലകുത്തനെ മറിഞ്ഞു ഗൈസ്. എന്താലേ ഭയങ്കര. നമ്മളിതൊക്കെ കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ? ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വേറെ ഒരുപാട് രാജ്യങ്ങളിലും ഉണ്ടാവില്ലേ ഗൈസ്? അല്ലേ, ഇങ്ങനത്തെ ഒന്നും ആരും കണ്ടിട്ടൊന്നും ഇല്ലെങ്കിൽ എന്തായാലും വരണം ഗൈസ്. സലാല വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെയൊക്കെ വരിക. ഇതൊക്കെ അടുത്താണ്. ഈ ഹഫ ബീച്ചിൻ്റെ അവിടെ ആ സൈഡ് തന്നെയാണ് വരുന്നത്. അങ്ങോട്ടേക്ക് ഹഫ ബീച്ചാണെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ അടുത്തൊക്കെ ആയിട്ട് എത്തുമ്പോഴത്തേക്ക് അത് അൽബലീദ് ബീച്ചാവും. ഇവിടെ ഓൾമോസ്റ്റ് വരുന്നതൊക്കെ അങ്ങനെ അവിടെ ഇല്ല, ഇതില്ല ഓൾമോസ്റ്റ് വരുന്നൊക്കെ അവിടെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളായിരിക്കും. അതിന് ഓരോന്നിനും ഓരോ പേരുന്നേ ഉള്ളൂ. ഇന്നലത്തെ ഞങ്ങൾ പോയതൊന്ന് അതാക്ക വണ്ടി എന്തേനു ഫസായ ബീച്ച്, അതിൻ്റെ അടുത്ത് തന്നെ മഷ്റൂം ബേ എന്ന് പറഞ്ഞിട്ട് ഒക്കെ വലിയ വ്യത്യാസം കാര്യമൊന്നുമില്ല. ഏകദേശമൊക്കെ എല്ലാം അടുത്തടുത്ത് തന്നെ വരുന്നത്. അങ്ങനെ ഗൈസ് ഞാൻ ഇവിടുത്തെ ബോർഡ് കാണിച്ചു തരാം. ഇതാണ് ബോർഡ് വരുന്നത്. ഇതാ ഗൈസ്, ഇതിലെ വണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതാണ് ആ വണ്ടിയാണ്. ഇതാണ് ഈ ഒരു അൽബലീദ് മോസ്ക്. ഈ ഒരു മോസ്കിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കേട്ടോ. എല്ലാവരും വായിച്ച് നോക്കുക. 850 1550 AD കാലഘട്ടത്തിൽ കേട്ടോ ഇത്. ഓക്കെ ഫൈൻ. ഇനി നമുക്ക് ഇതാണ് ഈ ഒരു, അത് വീടാണോ എന്താണെന്നുള്ള അറിയില്ല. സെയിം ഇതേപോലെ ബോർഡും കാര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത് എത്തിയിട്ടോ. ഇത് 0.5 ആയതുകൊണ്ടാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് ദൂരം തോന്നുന്നത്. ഏകദേശം അടുത്തെത്തി. ഇനിയിപ്പോൾ കാണാനുള്ളത് നമുക്ക് ഇതും അതേപോലെ ഇതിൻ്റെ ബാക്കിലുള്ള ഇതുമാണ് കാണാനുള്ളത്. രണ്ടിൻ്റെ ഫ്രണ്ടിൽ അവിടെ കണ്ട പോലെ ബോർഡും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ഞങ്ങളവിടുന്ന് കുറേ ഇങ്ങോട്ട് നടന്നു കേട്ടോ. ഞങ്ങൾ ആ സമയത്ത് വണ്ടി ഇതൊന്നും കണ്ടിട്ടില്ല. ഇതിൻ്റെതാ ഗൈസ് ഇവിടെ വരുന്നത്.
വണ്ടിക്കാരൻ വണ്ടിക്കാരൻ. അടുത്തത് ഹുസൻ അൽ ബലീദ് കാസ്റ്റൽ ഗൈസ്. ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. nearly 5,000 square meters is 13 meters. Age of the construction is dated to the Iron Age. The excavation at the Hussein led to the detection of 5 stages of building. അതിൻ്റെ ഓരോ കൺസ്ട്രക്ഷൻ്റെ ഓരോ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കയറാട്ടോ അതിൻ്റെ ഉള്ളിലേക്ക്. കാണിച്ചു തരാം. നടന്നോ. ആ മണ്ണായത് സാരില്ല, നമുക്കത് തുടക്കാലോ. നടന്നോ. ആ വണ്ടിയിൽ വേറെ ഒമാനിയലോ വേറെ ഏതോ അറബികളെങ്ങാനാണ് വന്നത്. അവിടെ കാണാൻ കയറിക്ക്. ഇതിലെങ്ങനെ കയറി. ഇത് വീടാന്ന് തോന്നുന്നു ഗൈസ്. ആ ഒരു കണ്ടോ, പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കിയ കല്ലുകളൊക്കെ ഇങ്ങനത്തെ ടൈപ്പോ വീടും എന്താ പറയുക പള്ളിയെല്ലാം ഉണ്ടാക്കുന്ന എല്ലാം. ഇതിനൊന്നും മോൾ ഭാഗമല്ല. നമ്മൾ ഈ കാണുന്ന ഓരോ കുറേ സാധനങ്ങൾ കണ്ടില്ലേ, ഒന്നിനും ഇതില്ല. മേൽക്കൂരൊന്നും ഇല്ല. കണ്ടോ, അത് സ്റ്റെപ്പാണ് അല്ലേ? സ്റ്റെപ്പൊക്കെ ഉണ്ടാവും. നോക്കി നടക്കണം. അടുത്ത സ്റ്റെപ്പിന് ഗ്യാപ്പ് ഉണ്ട് കേസ്. ഒരു സ്റ്റെപ്പ് കയറി എത്ര ഗ്യാപ്പ്, അടുത്ത സ്റ്റെപ്പ് കയറി എത്ര ഗ്യാപ്പ്, അടുത്തതിന് ഇത്ര, അടുത്തതിന് ഇതിലെ കയറണ്ട. കുഞ്ഞ് വീണു പോകും. പോര്, ഇതിലെങ്ങനെ കയറാം. പണ്ട് കാലത്ത് ഉണ്ടാക്കിയതാട്ടോ. നോക്കി കയറണേ. ഇവിടുന്ന് അങ്ങോട്ടേക്കൊന്നും കിടക്കാൻ പറ്റൂല. പോവാന്നല്ലേ. ഇതാണ് ഗൈസ്. ഇവിടെ വേറൊരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. അയേൺ കനോൺ, ഗോൾഡ് ഇയറിങ്സ് ഓർ പെൻഡൽ ഡിഷ്, നോർത്തേൺ ഒമാന്. കുറേ സാധനങ്ങൾ ഉണ്ടോ. സൈഡിലിവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. സെയിം അതേപോലെ അവിടെയും. ഇത് പ്ലാനാന്ന് തോന്നുന്നു. സ്റ്റെയർ കണ്ടോ, സ്റ്റോറേജ് റൂം ഫോർ ഗൺ പൗഡർ പ്രിപ്പറേഷൻ, പ്രിസൺ സെല്ല്. പണ്ടത്തെ ആണല്ലോ. ഇതുണ്ടോ, ജയിൽ തടവറ ഇവിടെ. പിന്നെന്തൊക്കെയാ, ഇതൊക്കെ സ്റ്റോറേജ് റൂം, സ്റ്റേബിള്, സ്റ്റെയർ, അങ്ങനെ കുറേ കിണർ ഇവിടെ. അങ്ങനെയൊക്കെയാണ്. ഈസ്റ്റ് എലവേഷൻ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഇവിടെ. യു ആർ ഹിയർ. എന്താല്ലേ ഗേസ് ഇങ്ങനെയൊക്കെ അല്ലേ? അപ്പോൾ ഇത്ര ഏരിയ ആകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഗൈസ്. വലിയൊരു വീടായിരിക്കൂലേ ഇത് അല്ലേ? എന്താല്ലേ വലിയൊരു എന്താ പറയാ വീടോ. നോക്കിയാട്ടെ ഇതൊക്കെ എത്ര ഏരിയ ഉണ്ടെന്ന്. ഭയങ്കരം തന്നെ കേട്ടോ. ഇതൊക്കെ വലിയൊരു വീട് അല്ലേ? കോട്ടയോ എന്താണെങ്കിലും എന്തൊരു വലുതാ അല്ലേ ഗൈസ്. വീടാണെങ്കിലും കോട്ടയാണെങ്കിലും. ആ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് അറിയില്ല. ഇവിടെ ചെറിയതാ. അതെന്താ ചെറിയ തടാകൊക്കെ ഉണ്ടല്ലോടാ, വെള്ളമൊക്കെ പോണ്. ഇതിൻ്റെ ഒക്കെ മോൾ ഭാഗം പോയതല്ലേ? ഈ ഏരിയ കംപ്ലീറ്റ് മോൾ ഭാഗം പോയതാ ഗൈസ്. അവിടെ എന്തോന്നുണ്ട് ഇതേപോലെ മോൾ ഭാഗം പോയത്. പക്ഷെ ഇത് ഭയങ്കര ഉയരത്തിലാന്ന് തോന്നുന്നു അല്ലേ? സ്റ്റെപ്പൊക്കെ കയറിയിട്ട് ഇച്ചിരി ഉയരത്തിൽ.
അങ്ങോട്ട് പോണ്ടമ്മ, അങ്ങോട്ട് പോണ്ട. പോണ്ടതാ ഇവിടെ നിന്ന് നമുക്ക് കാണാലോ. ഇതിലും കാണുന്നുണ്ടല്ലോ. നമ്മൾ നോർമലി സലാല വീഡിയോസ് കാര്യമൊക്കെ കാണലേക്കാ, ഇങ്ങോട്ടൊക്കെ വീഡിയോസ് കാര്യമൊക്കെ കാണല് എന്താ വെള്ളച്ചാട്ടം പച്ചപ്പ് അതൊക്കെയാണല്ലോ. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത്? ഇതും എല്ലാരും കാണാൻ വരണ്ടേന്നല്ലോ അല്ലേ? എല്ലാം മറ്റേത് നോർമലി എല്ലാവരും പോണതാണ്. ഇവിടെ സലാല വരുന്ന ആൾക്കാർ എല്ലാവരും അവിടെ പോവുകയും കാണുന്നത്. പക്ഷെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ എല്ലാവരും വന്ന് കണ്ടോളണമെന്നില്ലേ? ചരിത്രപരമായിട്ടുള്ള ഓരോ ഇതാണ്. അറബികളൊക്കെ വരുന്നുണ്ട്. അതെ. ഓ നീ വിളിക്കുന്നുണ്ട്. വീടാണ്. വീട് പൊളിഞ്ഞു പോയി, മോൾ ഭാഗം ഒന്നുമില്ല. താഴേക്ക് ചാടിയോ അമ്മയെ പഠിച്ചോനെ? ഇങ്ങോട്ട് പോര്, ഇങ്ങോട്ട് പോര്. കയറാട്ട് ഇങ്ങോട്ട്. അവിടെ ബെഡൊന്നും ഇല്ല, അങ്ങോട്ട് വാ. അത് ബെഡിന്റെ ഒന്നല്ല, അതിലിപ്പോ എന്തെങ്കിലും തടവിടുന്നതോ എന്തെങ്കിലും ആയിരിക്കും. ഹോഴ്സിനെ കെട്ടിയിടുന്നതോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇതിനെങ്ങനെ പറ്റും? പാമ്പല്ല, അത് കയറല്ല. അപ്പൊ അതിൽ ഇവിടെ താഴോട്ട് ഇറങ്ങട്ടെ കൈസ്, എന്നിട്ട് വരാം കൈസ്. അതേപോലെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതിന് നേരെ ഓപ്പോസിറ്റ് ഇപ്പം ഇതും പള്ളിയാണ്. ഞാൻ അവിടെ ഒരു ബോർഡിൽ കാണിച്ചില്ലായിരുന്നോ അത്? അവിടെ ഒരു ബോർഡ് കാണിച്ചില്ല. അതൊക്കെ ഇവിടുത്തെ ആർക്കിയോളജി ടീമിന് ഇവിടെ ഇങ്ങനെയൊക്കെ വന്ന് നോക്കുമല്ലോ. അപ്പോൾ അവർക്ക് അവിടുന്ന് കിട്ടിയ സാധനങ്ങളായിരുന്നു. ഞാൻ വീഡിയോയിൽ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ പള്ളിയാണ്. ഇതിൻ്റെയൊക്കെ ഓരോ കണ്ടോ, ഓരോന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കോളമിൻ ഒറിജിനൽ ഷേപ്പ് കണ്ടോ, എല്ലാ കാര്യങ്ങളും ഇവിടെ. എന്താ മിഹ്റാബ്, ദി മിഹ്റാബ്. നല്ല എങ്ങനൊക്കെ ആയി പോവാന്ന് പറയുമ്പോൾ പഠിച്ചോനല്ലേ വലിയോന്. ഇതിപ്പോൾ ഉണ്ടോ ഇതൊക്കെ ഫില്ലറും ഇതൊക്കെയാണ്. ഇവിടൊക്കെ ഓരോ ഇതിൽ ഓരോ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. കോളമിൻ ഒറിജിനൽ ഷേപ്പ് കണ്ടോ. അങ്ങോട്ടേക്കൊക്കെ കോർട്ടിയാഡോറ് ലൈറ്റ് കണ്ടോ. ടു എക്സിലിടാം. കോർട്ടിയാഡ് ഓർ ലൈറ്റ് വെൽ. വുമൺ പ്രെയർ റൂം, സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം അവിടെ ഇരുന്നു. പിന്നെ അവിടെ അബ്ല്യൂഷൻ ഫെസിലിറ്റി, എല്ലാ സ്ഥലത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ പള്ളിയിൽ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. അവിടെ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ കൂടെ കാണാൻ വരുമ്പോൾ കച്ചറ കളിക്കാത്ത കേട്ടോ. ഇത് വലിയ വണ്ടിയായിരുന്നു തോന്നുന്നു. അതിനൊക്കെ പകുതിയേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. നമുക്കിപ്പോൾ ഏതിനും ജീപ്പിട്ടുള്ളതുകൊണ്ട് ജീപ്പിട്ടിനോട് ചോദിച്ചാൽ മതിയല്ലോ. നമ്മൾ നോർമലി ഉള്ള ആൾക്കാർ പറയണേക്കാട്ടിൽ കൂടുതൽ അതിൽ പറയും. ഇതിലെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടോ? അബ്ല്യൂഷൻ ഫെസിലിറ്റി. നിർബന്ധമായിട്ട് എല്ലാവരും വിസിറ്റ് ചെയ്യണം ഗൈസ്. എല്ലാവരും. ഞാനൊന്നും ഇവിടെ ഇരിക്കട്ടെ, കാല് മടങ്ങുന്നില്ല. അവിടെ നിന്ന് എങ്ങാനും നടന്നിട്ട് അവിടെ കാലിലൊക്കെ മണ്ണയും എൻ്റെ ഇതൊക്കെ. ഗൈസ്, അവ ബേബി ആകെ ക്ഷീണിച്ചു. ഇനി ഒരു അടി നടക്കാൻ വയ്യ എന്നാണ്
ഓള് പറയുന്നത്. അതിന് ഓളെ കുറച്ച് ഞാൻ എടുക്കും, കുറച്ച് ഇക്ക എടുക്കും, അങ്ങനെ തന്നെ. ഇനി കുറച്ചുകൂടി ഉള്ളതാ ഇവിടെ നിൽക്കാണതാ അവിടേക്ക്. ഇതിലങ്ങോട്ട് കയറിയാൽ അങ്ങോട്ട് എത്തി. എന്ത് ചെയ്യാ, ഞങ്ങളങ്ങോട്ട് കേട്ടെ ഗൈസ്. ഈ ഏരിയക്ക് പറയുന്ന പേര് ഞാൻ പറഞ്ഞില്ലല്ലേ. ഈ ഏരിയക്ക് പറയുന്ന പേരാണ് അൽബലീദ് ആർക്കിയോളജിക്കൽ സിറ്റി ഓർ പാർക്ക് എന്നാ പറയുന്നത്. കാ വരി. അപ്പോൾ ഞാൻ വരാം ഗൈസ്. നമ്മളങ്ങനെ ഗൈസ് നടന്നിട്ട് അൽബലീദ് ബീച്ചിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. സെയിം ഈ ബീച്ച് സ്ട്രെയിറ്റ് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഹഫ ബീച്ചാട്ടോ കേട്ടോ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ നമ്മൾ നടന്ന് കണ്ട അൽബലീദ് ആർക്കിയോളജിക്കൽ പാർക്ക് ഓർ സിറ്റി വരുന്നത്. നമ്മൾ ഇത്രയും കുറേ നടന്നു കേട്ടോ. ഇത് നമുക്ക് ഇവിടെ തന്നെ കാണാം. ഇതിൻ്റെ ഉള്ളിൽ കയറി നടന്ന് കാണേണ്ടവർക്ക് അങ്ങനെ കാണാം കേട്ടോ. ഇത് എന്താണെന്നുള്ളത് ഞാൻ ഇവിടുന്ന് സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. എന്താണെന്നുള്ളത് ഇവിടെയാണ് കാർ പാർക്കിംഗ് ഒക്കെ വരുന്നത്. സുഖമായിട്ട് പോയി കണ്ടുവരാം കേട്ടോ. സ്ട്രെയിറ്റ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് സൂം ചെയ്യാം. ബിൽഡിംഗ് കോംപ്ലക്സ് ഇൻ ദി സൗത്ത് വെസ്റ്റ് കോർണർ ഔട്ട്സൈഡ് ദി സിറ്റി വാൾ. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 750 to 950 AD കാലഘട്ടത്തിൽ ബിൽഡിംഗ് കോംപ്ലക്സ് അതിൻ്റെതാണ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പണ്ടത്തെ ഇത് ഓക്കെ. ഇനിയിപ്പോൾ ഏതായാലും ഗൈസ് വണ്ടി കയറട്ടെ, കുറച്ച് വെള്ളം കാര്യം കുടിക്കട്ടെ. നമ്മൾ മാർക്കറ്റിൽ നിന്ന് നമ്മൾ എന്താ പറയുക കഴിക്കാനൊക്കെ സാധനം വാങ്ങിയതുകൊണ്ട് വണ്ടിയിലുണ്ട്. അതേപോലെ കരിമ്പൊക്കെ വാങ്ങിയിരുന്നു. കരിമ്പ് അവർ തന്നെ ഒരു കവറ് ഫുള്ള് നന്നാക്കി തോലൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ കട്ട് ചെയ്തിട്ട് അതിന് 500 പൈസ വരുന്നത്. പൈസ കേട്ടോ, 500 പൈസ. ഇളന്നിയാണെങ്കിലും ഒന്നിന് 500 പൈസ. അപ്പോൾ നമ്മളൊരു ചെറിയ പപ്പായ വാങ്ങി, അത് 600 പൈസ വരുന്നത്. അങ്ങനെയൊക്കെ പൈസ. അപ്പോൾ ബാക്കി ഞാൻ കാറിന്ന് വീഡിയോ ചെയ്യാം. ഓക്കെ. ഹേ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തി. നേരത്തെ നമ്മൾ എന്താക്കി, നമ്മൾ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി അവിടെ കുറച്ചു നേരം കളിച്ച് അങ്ങനെ ഞങ്ങൾ വന്നതാ അല്ലേ. കുഞ്ഞനെ എന്താ ആക്കുന്നേ? സൂത്രം ഉണ്ടാക്കി, ടിഷ്യൂ വെച്ച് സൂത്രം ഉണ്ടാക്കുകയാണ് അവള്. ഞങ്ങള് പിന്നെ നേരത്തെ ഞങ്ങള് അവിടുന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് റൂമിൽ പോയി ഒന്ന് ഫ്രഷ്. കാരണം നമ്മൾ കുറച്ച് ഇത്തിരി നേരത്തെ ഇറങ്ങിയാണ്. അപ്പോൾ പോരാത്തതിന് അവിടെ നമ്മളെ അൽബലീദ് അതിലെ ഫുൾ നടന്നിട്ട് 0.5 കുഞ്ഞിനെ കാണും. അപ്പോൾ ആകെ ഫുൾ ടയേർഡായി. അപ്പോൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷപ്പായി കുറച്ച് നേരമൊക്കെ കളിച്ച് അങ്ങനെ ഇതിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ഇന്ന് പക്ഷേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്ഥിരം കഴിക്കുന്ന സത്യേട്ടൻ റെസ്റ്റോറൻറ്റിലല്ല, അതിന് പകരം ഞങ്ങൾ വന്നിട്ടുള്ള ബൈപ്പാസ് റെസ്റ്റോറൻറ്റാണ് കേട്ടോ. അൽഫാം കഴിക്കാൻ വേണ്ടി വന്നതാണ്. അതും കേരള മസാല ആണ്. തിരിച്ച് വേസ്റ്റ് ആക്കല പാപ്പ, കേരള മസാലയിലാണ് അൽഫാം അങ്ങനെ അവർ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഏതായാലും അത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ വീഡിയോ എടുത്ത് വേസ്റ്റ് ആക്കിയാൽ അവർ ചീത്ത പറയും. അപ്പോൾ ഗൈസ്, ഞാൻ ഇതിന് മുന്നേക്ക് അപ്ലോഡ് ചെയ്ത സലാല Day 1 Day 2 വ്ളോഗ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം. മാക്സിമം സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഫസ്റ്റ് ടൈം കണ്ടവരാണെങ്കിൽ ഇതിന് മുന്നത്തെ വീഡിയോസൊക്കെ കാണാം കേട്ടോ. അതേപോലെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചില സ്ഥല ട്രിപ്പിനെ പറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇപ്പം ഖരീഫ് സീസൺ ആണല്ലോ. ആ ഒരു മീൻ ഖരീഫ് സീസൺ ആണ്. ഇത് കഴിഞ്ഞിട്ട് സർപ്രൈസ് ആയിട്ട്
സർപ്രൈസ് ആയിട്ട് ഇത് കഴിഞ്ഞു കരിയർ സീസൺ ആണല്ലോ, അപ്പോൾ എല്ലാവരും മാക്സിമം വരാൻ നോക്കുക. ഈ മാസം ഇപ്പോൾ തീരാനായല്ലോ, ഇനിയിപ്പോൾ ഓഗസ്റ്റ് ഒക്കെ ആയിട്ട് മാക്സിമം എല്ലാവരും വരാൻ ശ്രമിക്കുക. വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ട് മാക്സിമം ഓക്കെ. അതൊരു പാടും കേട്ടോ. ബാക്കി പാട് വെള്ളം കോരാൻ പോയപ്പോ സായിപ്പ് കണ്ണേറുക്കി കാണിച്ചേ അല്ലേ. എല്ലാവരും ഇതിന് പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് കമന്റ് ഡൗൺ ചെയ്യൂ ഗൈസ്. ഇനി ഞങ്ങൾ ഫുഡ് എത്തിയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ കേരള മസാല അൽഫാം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അൽഫാം. നമ്മുടെ നാട്ടെ പോലെ നല്ല മഴയുണ്ട്, കുഴപ്പമൊന്നുമില്ല. കുബൂസ് ഇവിടെ തുടങ്ങി, അവിടെ എന്തെങ്കിലും കാണിച്ചിട്ട് തിരിക്കണം. വൈറ്റ് സോസ് ഉണ്ട്, ഹമ്മൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതൊക്കെ കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാം കേട്ടോ ഗായ്സ്. അങ്ങനെ ഏതായാലും ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടോ. അവിടുത്തെ ഫുഡ് നല്ല ഫുഡാണ്, കുഴപ്പമൊന്നുമില്ല. അവിടെ ഒരുപാട് മലയാളീസും ആൾക്കാരൊക്കെ വന്നിട്ട് അവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്. മെയിനായിട്ട് അവിടെ ചാർക്കോൾ തന്നെ, പെരി ഉണ്ട്, കാന്താരി വരുന്നുണ്ട്, സ്പൈസിയിലും നോർമലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ നോർമലിലാണ് കേരള മസാല അല്ലേ ഫ്ലേവറിൽ വരുന്ന ചാർക്കോൾ വാങ്ങിയത്. നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. കഴിക്കാൻ മാത്രം ഉണ്ടെന്നാനും. പിന്നെ വേറെന്താ കുഞ്ഞനെ, ഞങ്ങൾക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേഗം ഉറങ്ങാന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങൾക്ക് അല്ലേ, ഉറങ്ങാന്നുള്ള ലക്ഷ്യമാണ്. അപ്പോൾ ഏതായാലും നാളെ പുതിയൊരു വ്ളോഗിൽ കാണാം. അപ്പോൾ ഇതിന് മുന്നത്തെ വ്ളോഗ്സ് കാര്യങ്ങൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരും കാണുക ഗൈസ്. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ഗൈസ്. അപ്പോൾ ഓക്കെ, സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടാറ്റാ, ബൈ ബൈ.